വിട പറഞ്ഞിട്ട് ഒരു വർഷം എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വർഷത്തെ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനൊരു ഫോർമുല ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അതിന്റെ ഒരു അഭാവം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-18 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസം എനിക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം പരസ്പര വിശ്വാസത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ യോജിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഞങ്ങൾ യോജിച്ചാണ് എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അഭാവം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്, കേരളത്തിലെ UDF അനുഭവിക്കുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങളുമുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം ഞങ്ങളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് ആ പ്രയാസവും ദുഃഖവും മാറുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ വൻപിച്ച വികസന പ്രവർത്തനങ്ങളും പ്രവർത്തന രീതിയും പാർട്ടിക്കും UDF-നും ഇപ്പോഴും അത് കരുത്തു പകരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല കോൺഗ്രസ് നേതാക്കന്മാർ രാവിലെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ ഒരു പരിഭവം പങ്കുവച്ചു. വിഴിഞ്ഞം പോർട്ടിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചില്ല, അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള സ്മാരകം സംസ്ഥാന സർക്കാർ നിർമ്മിച്ചില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു നടപടി പോലും ഉണ്ടായില്ലെന്ന്. ഉമ്മൻചാണ്ടിക്കാര് സ്മാരകം നിർമ്മിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സുകളിൽ അദ്ദേഹത്തിന്റെ സ്മാരകം ഉണ്ട്. ജനങ്ങൾ ഇത്രയും വലിയ ഒരു യാത്രയെ ഒരു രാഷ്ട്രീയ നേതാവിനും ജനനേതാവിനും കേരളം ഇന്നുവരെ നൽകിയിട്ടില്ല. അപ്പം വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും അതൊക്കെ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് ആരും മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അത് നടക്കാത്ത കാര്യം. എങ്കിൽ പോലും സർക്കാർ അതൊരു ഇടപെടൽ നടത്തേണ്ടതില്ല. ഔചിത്യബോധത്തോടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ബോധപൂർവ്വം ഒഴിവാക്കിയതാണോ? അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമല്ലേ. അതൊക്കെ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമല്ലേ. അത് ഗവൺമെന്റിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടുങ്ങിയ മനോഭാവം ഒരിക്കലും സർക്കാർ കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഭരിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ. അത് ചെയ്യാൻ പാടില്ല. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നത് അവർ ഓർക്കണം. എൽദോ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സമാനമായ ഒരു വികാരമാണ് പങ്കുവച്ചത്. കാരണം ഉമ്മൻചാണ്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ആദരവ് സർക്കാരിന്റെ ഭാഗത്ത് നൽകിയില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയുണ്ട്. അതുതന്നെയാണ് ഉമ്മൻചാണ്ടിക്കുള്ള യഥാർത്ഥ സ്മാരകം. ഓരോ ജനങ്ങളുടെയും മനസ്സിലാണ് യഥാർത്ഥ ഉമ്മൻചാണ്ടിക്കുള്ള സ്മാരകം എന്നാണ് രമേശ് ചെന്നിത്തലയും പങ്കുവച്ചത്. ഒരുപക്ഷെ ഇന്ന്